ഹായ് എവ്രി വൺ. നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തേർഡ് സെം റിസൾട്ട് പബ്ലിഷ് ചെയ്ത കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. എല്ലാവരും റിസൾട്ടൊക്കെ ചെക്ക് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ റിസൾട്ട് വന്നതിന് ശേഷം ഒരുപാട് ഡൗട്ട്സ് ആണ് അതിന് റിലേറ്റ് ചെയ്തിട്ട് കുട്ടികൾക്കുള്ളത്. അപ്പോൾ ആ ഡൗട്ട്സ് എല്ലാം തന്നെ ക്ലിയർ ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ നിങ്ങൾ തംബ്നെയിലായാലും ഇപ്പോൾ കാണുന്ന സ്ക്രീനിലായാലും കുറേ പോയിന്റ്സ് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡൗട്ട് ക്ലിയറൻസ് ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ തേർഡ് സെം റിസൾട്ടിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. റിവാലുവേഷൻ എന്താ കൊടുത്തു കഴിഞ്ഞാൽ ഉപകാരം ഉണ്ടാവുമോ എന്നുള്ള ഡൗട്ട്സ് വരെ കുട്ടികൾക്കുണ്ട്. അപ്പോൾ അത് നമ്മൾ ആ റിവാലുവേഷൻ്റെ ഫുൾ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾക്ക് കൊടുക്കണോ കൊടുക്കണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്, ഫീസ്, ഇനിയിപ്പോൾ സപ്ലി ആയ കുട്ടികൾക്ക് പേടി ടെൻഷനൊക്കെ വന്നിട്ടുണ്ടായിരിക്കും ഇപ്പോൾ. അപ്പോൾ സപ്ലിയുടെ കാര്യങ്ങളെക്കുറിച്ചും സപ്ലിയുടെ ഡേറ്റിനെ കുറിച്ചും ഇനി എത്ര സബ്ജക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും, ഫോർത്ത് സെമ്മിനെ കുറിച്ചൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ട്യൂഷൻ്റെ കാര്യവും നമ്മൾ പറയുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. അപ്പം നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം. ഏറ്റവും ആദ്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് എങ്ങനെയുണ്ട് തേർഡ് സെം റിസൾട്ട് എന്നുള്ളതാണ്. തേർഡ് സെമ്മിന് നമ്മുടെ കണ്ട് പോയ ഒത്തിരി കുട്ടികളുണ്ട് എന്നറിയാം. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ആയിട്ടും വിളിച്ചിട്ടൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു റിവ്യൂസ്. അപ്പോൾ ബാക്കിയുള്ള കുട്ടികളുടെ റിവ്യൂസ് അറിയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു എക്സാം, അതേപോലെ തന്നെ റിസൾട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നമ്മുടെ വീഡിയോസ് കണ്ടുപോയിട്ട് യൂസ്ഫുൾ ആയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ നമ്മൾ മെയിനായിട്ട് തിയറി സബ്ജക്ട്സ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. തേർഡ് സെമ്മിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തിയറികളുടെ മാർക്കുകൾ, പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസ്, ബിസിനസ് റെഗുലേഷൻ, HRM, അതിൻ്റെയൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. സപ്ലി ഉള്ള കുട്ടികൾ അതിൻ്റെയും പറയൂ. അപ്പോൾ നമുക്ക് അറിയാലോ ഏകദേശം ഏതൊക്കെ സബ്ജക്റ്റിനാണ് കൂടുതൽ സപ്ലി എന്നുള്ളതും അറിയാലോ, ഒരു ഐഡിയ കിട്ടും നമുക്ക്. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം പറയാനുള്ളത് തേർഡ് സെം റിസൾട്ടിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം എനിക്ക് ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയച്ചിരുന്നു. അതിൽ കൂടുതൽ സപ്ലി കിട്ടിയിട്ടുള്ളത് അക്കൗണ്ടിങ്, BNM, പിന്നെ റെഗുലേഷനാണ്. പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസിനും HRMനൊക്കെ ഒരുവിധം പേര് പാസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ പക്ഷേ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വട്ടത്തേക്കാളും കമ്പാരിറ്റീവ്ലി നല്ല റിസൾട്ടാണ് കുട്ടികൾക്കുള്ളത്. ഒരുപാട് പേർക്ക് ഔട്ട്സ്റ്റാൻഡിങ് കിട്ടിയവരുണ്ട്. അതേപോലെ തന്നെ A+, എയിലേക്കൊക്കെ വന്ന ഒരുപാട് കുട്ടികളുണ്ട്. അതേപോലെ തന്നെ സപ്ലിയും കുറവാണ് ഈ വട്ടം. ഇനിയിപ്പോൾ ഇൻ കേസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിനും അതേപോലെ തന്നെ BNM, പ്രോബ്ലം പേപ്പേഴ്സ്, ദെൻ തിയറിയിൽ കൂടുതൽ കാണുന്നത് BRനാണ്, ബിസിനസ് റെഗുലേഷനാണ്. അത് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിരുന്നു. കുറച്ച് ടഫ് സബ്ജക്റ്റ് ആണ്, നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കണം. നിങ്ങളുടെ മെയിൻ ഇഷ്യൂ എക്സാമിൻ്റെ 2 ദിവസം മുന്നോ തലേ ദിവസമോ. എനിക്കൊരു കുട്ടി രാവിലെ മെസ്സേജ് ചെയ്തിരുന്നു, എക്സാമിൻ്റെ അന്ന് രാവിലെ, ഞാൻ ഇതുവരെ സബ്ജക്റ്റ് പഠിച്ചിട്ടില്ല, എനിക്കൊന്ന് ഓടിച്ച് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ പഠിക്കാനായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാ? അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ, കുറച്ച് മാസങ്ങൾക്ക് മുൻപേ ഒക്കെ പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. തേർഡ് വരെയല്ല, 4th, 5th, 6th വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രൂഷ്യൽ സെമസ്റ്റേഴ്സ് ആണ്. ശ്രദ്ധിച്ച് തന്നെ പഠിക്കാനും അറ്റൻഡ് ചെയ്യാനും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ തേർഡ് സെം റിസൾട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് റിസൾട്ട് വരുമ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് എങ്ങനെയാണ് കണക്കാക്കുക. തേർഡ് സെമ്മിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തു. അപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് എനിക്ക് എങ്ങനെയാണ് കണക്കാക്കാൻ പറ്റുക, എങ്ങനെ അറിയാം, അതിലെ റിസൾട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, അങ്ങനെ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു കുട്ടിയുടെ റിസൾട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എൻ്റെ ട്യൂഷനിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ആ ഒരു കുട്ടീൻ്റെ റിസൾട്ട് കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. ഇതാണ് റിസൾട്ട്. അപ്പോൾ ഈ റിസൾട്ടിൽ ആ കുട്ടിക്ക് ഇപ്പോൾ ബേസിക് ന്യൂമറിക്കൽ സ്കിൽസിലും കോർപ്പറേറ്റ് അക്കൗണ്ടിലൊക്കെ ഔട്ട്സ്റ്റാൻഡിങ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസ്, ബിസിനസ് റെഗുലേഷൻ, HRMലൊക്കെ A+, A+ ഒക്കെ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു റിസൾട്ടാണിത്. അപ്പോൾ ഞാൻ ഇത് കാണിച്ചു തരാനുള്ള ഒരു റീസൺ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് പ്രചോദനമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗ്രേഡ് ഒബ്റ്റെയിൻഡ് എന്ന് പറഞ്ഞിട്ട് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഗ്രേഡുകൾ നമുക്ക് കാണാം. O എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് ആണ്, അതായത് എബവ് A+ ആണ് ഉദ്ദേശിക്കുന്നത്. ദെൻ A+. പിന്നെ ഗ്രേഡ് പോയിന്റ്സ് എന്ന് പറഞ്ഞിവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് 10ലാണ് ഗ്രേഡ് പോയിന്റ്സ് പറയുക. അപ്പോൾ 10ൽ 10 കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. പിന്നെ 9 A+, 8 A, അങ്ങനെയാണ് ബാക്കിലോട്ട് പോവുക കേട്ടോ. ഇനി ക്രെഡിറ്റ് സ്കോർ മിക്കവാറും C ആണ് ക്രെഡിറ്റ് സ്കോർ കൊടുത്തിരിക്കുന്നത്. ദെൻ അതേപോലെ തന്നെ ക്രെഡിറ്റ് പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 40, 32, 36, 40, 32 എന്നിങ്ങനെയുള്ള ക്രെഡിറ്റ് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ദെൻ സ്റ്റാറ്റസും ഉണ്ടായിരിക്കും, പാസ്ഡ് ഓർ ഫെയിൽഡ് എന്നുള്ളൊരു സ്റ്റാറ്റസും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾ താഴെ SGPA എന്ന് കണ്ടോ,
ഈ SGPA 9 അല്ലെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾ നോക്കുക കേട്ടോ. അതിൽ 8.75, 7.32, 6.6, 7, 8 അങ്ങനെയുള്ള നമ്പേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ 9 പോയിന്റ് അങ്ങനെയൊക്കെ ആയിരിക്കാം. അപ്പോൾ ഈ SGPA ആണ് നമ്മുടെ പെർസെൻറ്റേജ് ആയിട്ട് നമ്മൾ പറയാറുള്ളത്. അതായത് SGPA 9 ഉണ്ടെങ്കിൽ എത്ര പെർസെൻറ്റേജ് ആണ്? 90%. SGPA 8.2 ആണെങ്കിൽ എത്ര പെർസെൻറ്റേജ് ആണ്? 82%. അങ്ങനെയാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. ഓക്കെ, അപ്പം നിങ്ങളുടെ പെർസെൻറ്റേജ് എത്രയാണെന്ന് മനസ്സിലായല്ലോ. പിന്നെ ഓവറോൾ ഗ്രേഡ്, ഇപ്പം 3rd സെമസ്റ്ററിൽ ഈ കുട്ടിക്ക് കിട്ടിയ ഓവറോൾ ഗ്രേഡ് A+ ആണ്. മനസ്സിലായോ? ഒന്നും കൂടിയും എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് സെം എടുക്കാം. അതായത് ഫസ്റ്റ് സെമ്മിൽ നിങ്ങൾക്കൊരു 8.23% കിട്ടിയെന്ന് വിചാരിക്കുക, അതായത് 82%. അതേപോലെ തന്നെ സെക്കൻഡ് സെമ്മിൽ നിങ്ങൾക്കൊരു 7.83%, അതായത് 78% കിട്ടി. 3rd സെമ്മിൽ ഓരോ സെമ്മ് കഴിയും തോറും നിങ്ങൾ പല കുട്ടികളെയും കണ്ടിട്ടുള്ളത് ഫ്രണ്ട് സർക്കിളൊക്കെ കൂടി എന്താ പറയുക, കുറുമ്പും കാര്യങ്ങളൊക്കെ കൂടിയിട്ട് മാർക്കൊക്കെ പോണതാണ്. അതുകൊണ്ട് 3rd സെം ആയപ്പോഴേക്കും നിങ്ങൾക്ക് 7 ആണ് കിട്ടിയത്. ദാറ്റ് മീൻസ് 70%. അങ്ങനെ നമ്മുടെ ഓരോ സെമ്മിൻ്റെയും ഇനി വരാൻ പോകുന്ന 4th, 5th, 6th ഈ എല്ലാ സെമ്മിൻ്റെയും ഈ SGPAകൾ തമ്മിൽ കൂട്ടും. ഓക്കെ, എല്ലാ സെമ്മിൻ്റെയും SGPAകൾ തമ്മിൽ കൂട്ടും. എന്നിട്ട് നമുക്കൊരു പെർസെൻറ്റേജ് കിട്ടുമല്ലോ. ഇപ്പം ആ ഒരു പെർസെൻറ്റേജ് ഇപ്പം എല്ലാം കൂടി കൂട്ടിയിട്ട് ഇപ്പം ഏകദേശം ഒരു എന്താ പറയുക, ഒരു ഓവറോൾ നോക്കുന്ന സമയത്ത് മൊത്തം നമ്മൾ എടുക്കുമ്പോൾ ഒരു 80 അല്ലെങ്കിൽ 82 അങ്ങനെ എത്രയാണ് കിട്ടുന്നതെന്ന് വിചാരിക്കുക. അതാണ് നമ്മുടെ ഫൈനൽ പെർസെൻറ്റേജ് ആയിട്ട് വരിക. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഒരു ഡൗട്ട് ഉള്ളതാണ്, 6ാമത്തെ സെമ്മ് മാത്രം പഠിച്ചാൽ മതിയല്ലോ, 5, 6 ഫോക്കസ് ചെയ്താൽ മതിയല്ലോ എന്നുള്ളത്. പക്ഷെ ആദ്യമേ തൊട്ടുള്ള SGPAയും ആദ്യമേ തൊട്ടുള്ള പെർസെൻറ്റേജും ആദ്യമേ തൊട്ടുള്ള ഗ്രേഡും നമ്മൾ ആഡ് ചെയ്ത് അതിൻ്റെ ഓവറോളാണ് നിങ്ങൾക്ക് ഫൈനൽ സർട്ടിഫിക്കറ്റിൽ കാണിക്കുക. അല്ലാതെ നിങ്ങളുടെ 6ാമത്തെ സെമ്മിൻ്റെ മാത്രമല്ല. മനസ്സിലായോ? 6ാമത്തെ സെമ്മ് വരെ എത്താനുള്ള ഓരോ പോംവഴി മാത്രമാണ് ഈ ഓരോ സെമിസ്റ്റേഴ്സും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഈ 6 സെമ്മും 1, 2, 3, 4, 5, 6 ഇത് 6ഉം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 6ൻ്റെയും മാർക്കുകൾ കൂട്ടിയിട്ടുള്ള ഓവറോൾ ഗ്രേഡും ഓവറോൾ പെർസെൻറ്റേജും ആണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ വരിക. മനസ്സിലായോ? ഫാത്തിമ ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷൻ ഓവറോൾ ഗ്രേഡ് A+, അങ്ങനെ വന്ന അല്ലെങ്കിൽ ഓവറോൾ ഗ്രേഡ് A അങ്ങനെ വരണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യത്തെ സെമ്മ് മുതൽ അത്യാവശ്യം നല്ല രീതിക്ക് SGPA കൊണ്ടുവരണം. 8 പോയിന്റ് 7 പോയിന്റിലേക്കൊക്കെ എത്തിക്കാൻ ശ്രമിക്കുക. 6ലോട്ടൊന്നും ഒട്ടും പോവരുത് കേട്ടോ. അപ്പോൾ അതാണ് ഈ ഒരു റിസൾട്ടിൻ്റെ കേസിൽ പറയാനുള്ള കാര്യങ്ങൾ. ദെൻ റിവാലുവേഷൻ്റെ കാര്യം ഇപ്പോഴും ഒരുപാട് പേർക്ക് ഡൗട്ടാണ്, റിവാലുവേഷൻ കൊടുക്കണോ എന്നുള്ളത്. അപ്പോൾ റിവാലുവേഷൻ്റെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ, റിവാലുവേഷൻ കൊടുക്കാനായിട്ട് നമുക്ക് 3 സബ്ജക്ട്സ് ആണ് മാക്സിമം പറ്റുക. ഓക്കെ, അപ്പോൾ നമുക്ക് മൊത്തം 5 സബ്ജക്റ്റ് ഉണ്ട്. അതിൽ 3 എണ്ണം വരെ നിങ്ങൾക്ക് റിവാലുവേഷൻ കൊടുക്കാം. അപ്പോൾ ഇതിൽ ഏറ്റവും മാർക്ക് കുറഞ്ഞിട്ടുള്ള 3 എണ്ണമാണ് നമ്മൾ സാധാരണഗതിയിൽ കൊടുക്കാറുള്ളത്. ആ സപ്ലി കിട്ടിയ കുട്ടികൾ മാത്രമല്ല, പാസ്സായാലും വിചാരിച്ച മാർക്ക് ഇല്ല എന്നുള്ള കുട്ടികൾ ഉണ്ടായിരിക്കും. മാർക്ക് കുറഞ്ഞു എന്നുള്ളത്, പാസ്സായി പക്ഷെ വിചാരിച്ച മാർക്കില്ല. അങ്ങനെയുള്ളവർക്കും സപ്ലി കിട്ടിയവർക്കും റിവാലുവേഷന് കൊടുക്കാം. ഓക്കെ, അങ്ങനെ റിവാലുവേഷന് കൊടുക്കുമ്പോൾ ഒരു സബ്ജക്റ്റിന് 720 740 എന്തായാലും 700 ഫീസ് വരുന്നുണ്ട് നമ്മൾ റിവാലുവേഷൻ്റെ ഒരു സബ്ജക്റ്റിന്, പെർ സബ്ജക്റ്റിന്. അപ്പോൾ ഈ ഫീസിൻ്റെ കാരണം കൊണ്ടാണ് മിക്ക കുട്ടികളും റിവാലുവേഷൻ കൊടുക്കാത്തത്. ഇനി റിവാലുവേഷൻ കൊടുത്താൽ മാറുമോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം, നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ട്. അതായത് ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു. ബിസിനസ് റെഗുലേഷനിൽ ഞാനൊരു B എങ്കിലും പ്രതീക്ഷിച്ചതാ, എനിക്ക് CA ഉള്ളൂ, ഞാൻ ഒന്ന് റിവാലുവേഷന് കൊടുത്ത് നോക്കട്ടെ, എനിക്ക് അത്രയും ഉറപ്പുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് റിവാലുവേഷന് കൊടുക്കാം. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്കറിയാലോ. ചില കുട്ടികളുടെ മാർക്ക് കാണുമ്പോൾ തന്നെ അവരെന്നെ പറയും, ഓഫ് ഇതൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തതേ അല്ല, ഇതെങ്കിലും കിട്ടിയല്ലോ, അല്ലെങ്കിൽ ഇതൊക്കെ തന്നെ എനിക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ. അങ്ങനെയുള്ള കുട്ടികൾ പിന്നെ റിവാലുവേഷന് കൊടുത്തിട്ട് ഇമ്പ്രൂവ് ആവുമോ എന്നുള്ളത് നമുക്ക് തന്നെ ഡൗട്ടാണ്. അപ്പം നിങ്ങൾക്ക് എഴുതിയത് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ റിവാലുവേഷന് കൊടുക്കൂ. കാരണം SGPAയിൽ 1 പോയിന്റ് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ തന്നെ, അതായത് പോയിന്റ് കൂടിക്കഴിഞ്ഞാൽ തന്നെ അത് നമ്മുടെ പെർസെൻറ്റേജിൽ വലിയ വ്യത്യാസം കാണിക്കും. അതുകൊണ്ട് റിവാലുവേഷന് കൊടുക്കാൻ പറ്റുന്നവർ കൊടുത്തോളൂ. ഞാനിപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല പറയണേ, നിങ്ങളുടെ പെർസെൻറ്റേജ് കൂടാൻ വേണ്ടിയിട്ട്. എനിക്ക് യൂണിവേഴ്സിറ്റിയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സബ്ജക്ട്സ് എടുക്കുന്നു അല്ലാതെ നേരിട്ട് എനിക്ക് യാതൊരു ബന്ധവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക്
അത്യാവശ്യം കോൺഫിഡൻസ് ഉള്ള സബ്ജക്റ്റ് നിങ്ങൾ കൊടുത്തോളൂ. 3 കൊടുക്കണമെന്നൊന്നും ഞാൻ പറയില്ല, എന്നാലും കോൺഫിഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കൂ. എങ്ങാനും കൂടിയാലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പെർസെൻറ്റേജിൽ അതിൻ്റെ വ്യത്യാസം വരും. നമുക്ക് 6ാമത്തെ സെമ്മിൽ നമ്മുടെ ഫൈനൽ റിസൾട്ട്, അതായത് 6 സെമ്മും കഴിഞ്ഞിട്ട് നമുക്കൊരു ഫൈനൽ റിസൾട്ട് വരുമല്ലോ, നമ്മുടെ ഓവറോൾ ഡിഗ്രി ലൈഫിൻ്റെ മാർക്ക്. അപ്പോൾ ആ ഒരു മാർക്കിലാണ് നമുക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവുക, ആ ഒരു പെർസെൻറ്റേജിലാണ് നമുക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവുക. അതുകൊണ്ട് കൊടുക്കാൻ പറ്റുന്നവർ പൈസയൊക്കെ നോക്കി, നിങ്ങൾക്ക് കോൺഫിഡൻസ് ആണോ അതൊക്കെ നോക്കിയിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഒരുപാട് കുട്ടികൾക്ക് മാർക്കിൽ, ഇപ്പോൾ കഴിഞ്ഞ സെമ്മിൽ എൻ്റെ ട്യൂഷനിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിക്ക് ബി ആയിരുന്നു, അത് റിവാലുവേഷൻ കൊടുത്ത് ഒറ്റയടിക്ക് എയിലേക്ക് കയറിയിരുന്നു. ബി മാറി, B+ മാറി എയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അത്രയും ഡിഫറൻസ് വരെ ചില കേസിൽ വരാറുണ്ട്. പക്ഷെ ആ കുട്ടിക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കേട്ടോ അതിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നോക്കിയിട്ട് ചെയ്യുമെന്നാണ് ഞാൻ പറയുക. അപ്പോൾ ഫീസിൻ്റെ കാര്യം പറഞ്ഞു, 700 സംതിങ് വരും. സപ്ലീൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് സപ്ലി വന്ന കുട്ടികളും റിവാലുവേഷന് കൊടുക്കണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. റിവാലുവേഷന് കൊടുത്തോളൂ, പക്ഷേ ചിലപ്പോൾ അതിൻ്റെ റിസൾട്ടൊക്കെ അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ വരും. അപ്പം നിങ്ങൾ അപ്ലൈ ചെയ്ത് ഇടുകയാണെങ്കിൽ, സപ്ലിക്ക് അപ്ലൈ ചെയ്തിടണം. റിവാലുവേഷന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കുകയും വേണം. പക്ഷെ അത്രയും കോൺഫിഡൻസ്, ഈ പറഞ്ഞ പോലെ പാസ്സാവും, സപ്ലി കിട്ടിയാലും റിവാലുവേഷന് കൊടുക്കുമ്പോൾ പാസ്സാകും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുക. എങ്ങനെ പോയാലും സപ്ലി എഴുതേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നിങ്ങൾ സപ്ലി കിട്ടുമ്പോൾ ഇനിയിപ്പോൾ ടെൻഷൻ അടിക്കേണ്ട, അത് എഴുതിയെടുക്കാൻ ശ്രമിക്കുക. സപ്ലി എക്സാം വരും, അപ്പോൾ നമ്മൾ എക്സ്ട്രാ ട്യൂഷനും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതൊക്കെ കേട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്തത് 4th സെം സബ്ജക്ട്സിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഇപ്പോൾ BCom BBAക്കാരോടാണ് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിനായിട്ട് 5 സബ്ജക്ട്സ് വരുന്നുണ്ട്. ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്, ഓൺട്രപ്രണറിയൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സബ്ജക്റ്റ് വരുന്നുണ്ട്, EDP. പിന്നെ കോർപ്പറേറ്റ് റെഗുലേഷൻ, നമ്മൾക്ക് കഴിഞ്ഞ സെമ്മിൽ ബിസിനസ് റെഗുലേഷൻ ആണെങ്കിൽ അതിൻ്റെയൊക്കെ ടഫായിട്ടുള്ള സാധനം കോർപ്പറേറ്റ് റെഗുലേഷൻസ് വരുന്നുണ്ട്. പിന്നെ 2 പ്രോബ്ലം പേപ്പേഴ്സാണ് നമുക്ക് വരുന്നത്, QTയും അക്കൗണ്ടിങ്ങും. അപ്പോൾ ഇതിൽ QTയും അക്കൗണ്ടിങ്ങും ഒഴിച്ച് ബാക്കി 3 തിയറി സബ്ജക്ട്സും നമ്മൾ ഇപ്പോഴേ ട്യൂഷൻ കൊടുക്കുന്നുണ്ട്. കാരണം അത്രയും ടഫായിട്ടുള്ള സെമസ്റ്റർ ആയതുകൊണ്ടും അത്രയും ടഫ് സബ്ജക്ട്സ് ആയതുകൊണ്ടും നമ്മൾ കുറച്ച് നേരത്തെ പഠിക്കുകയാണ്. നമ്മുടെ ഇത് ഓൾറെഡി 200 എബവ് കുട്ടികൾ ജോയിൻ ചെയ്ത് നമ്മൾ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ 3 കൂടിയിട്ട് ചെറിയൊരു ഫീസിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജൂണിലായിരിക്കും മേ ബി നിങ്ങളുടെ എക്സാം വരിക. പക്ഷെ ജൂൺ വരെ നമ്മൾ ക്ലാസ് ഡെയിലി ഒരു 1 hour ക്ലാസ് ഉള്ളൂ രാത്രി. ഇനിയിപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ്സും നോട്ട്സും ഒക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതിൽ കയറി കുട്ടികൾ, പക്ഷേ എൻ്റെ അടുത്ത് ഒരു വിധം 3/4 ഭാഗം കുട്ടികളും ഡെയിലി കയറുന്നുണ്ട് കേട്ടോ. അങ്ങനെ കയറി എന്താ പറയുക, ഞങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് എക്സാം ഒക്കെ എടുത്ത് ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ, അപ്പോൾ അത്രയും തറവാവും നമുക്ക്. ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴാണ് എക്സാമും കാര്യങ്ങളും എടുക്കുന്നത്. അപ്പോൾ ഓരോ ചാപ്റ്ററിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് കിട്ടും. അതേപോലെ റിവിഷൻ, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ക്ലാസ് ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. എന്നാലും കുട്ടികൾക്ക് ഇനിയും ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പ്രീവിയസ് ക്ലാസ്സിൻ്റെ റെക്കോർഡ് ക്ലാസ് നോട്ട്സ് ഒക്കെ ഞാൻ അയച്ചു തരും. ഇനിയുള്ള ക്ലാസ് മുതൽ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ട്യൂഷൻ ഇനി ജോയിൻ ചെയ്യണമെന്നുണ്ട്, ഇപ്പോഴേ 4th സെം പഠിച്ചു തുടങ്ങണം എന്നുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് അതിൻ്റെ വരും. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ റെക്കോർഡ് ക്ലാസ്, നോട്ട്സ്, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആയിരിക്കും. ഡെയിലി ഒരു 1 hour ക്ലാസ് ഉള്ളൂ. ഓക്കെ, മൺഡേ ടു ഫ്രൈഡേ ഉള്ളൂ, സാറ്റർഡേ സൺഡേ ഇല്ല. കാരണം ഇഷ്ടംപോലെ ദിവസം ഉള്ളത് കൊണ്ട്. പിന്നെ 1 by 1 സബ്ജക്റ്റാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ ബാങ്കിങ് എടുക്കുന്നുണ്ട്, EDPയും നമ്മൾ ഓൾട്ടർനേറ്റീവ് ആയിട്ട് എടുക്കുന്നത്. ബാങ്കിങ് 2 ദിവസം എടുത്താൽ പിന്നെ 2 ദിവസം EDP, അങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ ബോറടിക്കുകയില്ല. കോർപ്പറേറ്റ് റെഗുലേഷൻ അത്യാവശ്യം ടഫ് ആയതുകൊണ്ട് നമ്മൾ ലാസ്റ്റിലേക്കാണ് വെച്ചിട്ടുള്ളത്. ലാസ്റ്റ് എന്ന് വെച്ചാൽ അടുത്ത മാസം ലാസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അത്. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ BA BScക്കാർക്ക് കലൈഡോസ്കോപ്പാണ് നമ്മൾ എടുക്കുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ പ്രോബ്ലം പേപ്പേഴ്സിൻ്റെ തിയറി, പ്രോബ്ലം പേപ്പറിൻ്റെ ഉള്ളിലെ തിയറി നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ യൂട്യൂബിനേക്കാളും കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മുടെ ട്യൂഷൻ്റെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് ജോയിൻ ചെയ്തോളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓവറോൾ ഇതിൻ്റെ പറയാനുള്ളത്. അപ്പോൾ റിവാലുവേഷൻ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്ഷയ വഴി പോയി ചെയ്യാം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് വീട്ടിലിരുന്നുകൊണ്ട് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ ലിങ്ക് അവൈലബിൾ ആണ്. ഫെബ്രുവരി 10 വരെയാണ് ലാസ്റ്റ് ഡേറ്റ് ഉള്ളൂ. അതിന് മുൻപ് എല്ലാവരും പോയിട്ട് അറ്റൻഡ് ചെയ്യാൻ, മീൻസ് റിവാലുവേഷൻ കൊടുക്കുന്നവർ കൊടുക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.